അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നല്ല വലിച്ചു കീറലായിരുന്നു. പ്രതീക്ഷ തന്നെയാണ്. പവർ ടീമിൻ്റെ ഒരു ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു. ആ ഒരു ഹോട്ടൽ ടാസ്ക്, BB ഹോട്ടൽ വന്ന ഗസ്റ്റിനും വെറുത്തു. ശരിക്കും പറഞ്ഞാൽ ആസ് എ പേഴ്സൺ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ ആ ഒരു ടാസ്കിനോട് സാബുമോനായാലും ശ്വേതാ മേനോനായാലും ഒരേ അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത്. ഡയറക്റ്റ്ലിയും അങ്ങനെ മാറി പറയുന്നു എന്നേ ഉള്ളൂ അഭിപ്രായങ്ങൾ. പക്ഷേ ഒരേ അഭിപ്രായമാണ് അവർക്ക് ഏകദേശം ഉള്ളത്. ഭയങ്കര ശോകമായിരുന്നു ആ ടാസ്ക് എന്നുള്ളത്. കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ജാസ്മിനെ വെളുപ്പിക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത്. ഈ ഒരു ജാസ്മിൻ്റെ PR വർക്കുകൾ ഭയങ്കരമാണെന്ന്. ബാക്കിയുള്ളവർക്കൊന്നും PR ഇല്ലാത്ത പോലെ ജാസ്മിൻ്റെ PR വർക്കുകാരെന്ന് ഞാനങ്ങനെ കാണുന്നില്ല. ജാസ്മിനെ ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നവർ, അതായത് എന്നെയും കണക്കിലെടുത്തോ, ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. ഗബ്രി പോയതിന് ശേഷം വലിയ പ്രശ്നമില്ല. ഇടയിൽ ആ ഗബ്രിയുടെ കണ്ടന്റ് കൊണ്ടുവരുന്നതിന് ഞാനിപ്പോഴും പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല. അതും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയതുകൊണ്ട് അതും ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം. എന്നാൽ ജാസ്മിൻ നന്നായി ടാസ്ക് ചെയ്തു. എല്ലാവർക്കും അവസരം കിട്ടണം. ഇവർക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, അതിലിവർ വല്ല സ്വേച്ഛാധിപതികളായിട്ട് അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ അഭിനയിക്കാം. പക്ഷെ ബാക്കിയുള്ളവരുടെ അവസരങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാവരുത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ വേറെ കുറേ പ്രമുഖ റിവ്യൂവേഴ്സ്, ഞാൻ എപ്പോഴും ഈ പ്രമുഖ എന്ന് പറയുന്നത് പേരെടുത്ത് പറയുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ്. ഭയങ്കര ചൊറിയന്മാരാണ് ഇതിൽ പലരും. അവരുടെയൊക്കെ ഒരു ടൈറ്റിലായാലും തമ്മനയിലായാലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അന്തസ്സുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ചൊറിയും. ജാസ്മിൻ കപ്പടിച്ചോട്ടെ, ഇനി ജാസ്മിൻ കപ്പടിക്കും, ലാലേട്ടൻ ജാസ്മിന് കുപ്പിപ്പാൽ കൊടുക്കാൻ വേണ്ടി വരുന്നൊക്കെയാണ് പറയുന്നത്. പല കമൻറ്റുകളും അങ്ങനെ കാണാൻ പറ്റും. ചില റിവ്യൂവേഴ്സും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ചിലവരുടെയൊക്കെ ഒരു സംഭവം, പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടവരായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് ഇരയാക്കും. എന്നിട്ട് അവരെ പറ്റി അങ്ങോട്ട് 4-5 വീഡിയോ അങ്ങോട്ട് ഡെയിലി ഇടും. സ്ലട്ട് ഷെയ്മിങ് ആയിട്ട് ഇടുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇവരെ തന്നെ ക്രൂശിച്ചുകൊണ്ട് ഇടുന്നവരുണ്ട്. ഇവരെ മനുഷ്യനെ അല്ല എന്നുള്ള രീതിയിൽ, മനുഷ്യത്വം ഇല്ലാത്ത ആളുകൾ എന്നുള്ള രീതിയിൽ വീഡിയോ ഇടുന്നവരുണ്ട്. പിന്നെ അതിനേക്കാട്ടിലും നന്ദിയില്ലാത്തവരിടുന്ന വേറെ കുറേ ആക്കളുണ്ട്. അവരൊന്നും പിന്നെ നമ്മൾ പേരെടുത്ത് പറയില്ല. ഇവരെയൊക്കെ കാട്ടിലും എത്രയോ വലിയ ഹെവി സാധനങ്ങളാണ് അങ്ങനെയുള്ളവർ. സ്വയംഭോഗം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എഴുതി പടച്ചു വിടുന്നത് ചില ചാനലുകളിൽ. ഒരു ചാനൽ ഞാൻ ഒരു തവണ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇട്ടതിന് അയാളുടെ അഭിപ്രായമാണ് പറയുന്നതെന്ന്. അഭിപ്രായമൊക്കെ പറഞ്ഞോട്ടെ ഭായി, പക്ഷേ ഒരു മാന്യത വേണം. മാന്യത എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാത്ത ഓരോ ആളുകളെയും മനുഷ്യമൃഗം അങ്ങനെയൊക്കെയുള്ള സാധനമാണ്. സായി ബ്രോ കയറിയപ്പോൾ അതിലൊരു തമിഴിൽ ഞാൻ കണ്ടതാണ്, സായി എന്ന മനുഷ്യമൃഗം. ഇവർക്ക് ജിൻഡോവിനെ മാത്രമേ ഇഷ്ടമുള്ളൂ, പുള്ളിക്കാരന്. ജിൻഡോവിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തള്ളുകയാണ്. ബാക്കിയുള്ളവരൊക്കെ പല അപ്പിക്ക് സമമാക്കുന്നേ, അപ്പിക്ക് സമം. ജിൻഡോ മാത്രം സ്വർണം, ബാക്കിയുള്ളവരൊക്കെ അപ്പി. അതാണ് അങ്ങനെയുള്ള ഓരോരുത്തന്മാരുടെ രീതികൾ. ഇന്ന് ലാലേട്ടൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ആളുകളോടും ചോദിക്കുന്നു. സാബുമോനി, ശ്വേതാ മേനോനി കോൺഫറൻസ് പോലെ നടത്തുന്നു, അവരെയും കാണിക്കുന്നു, കേൾപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, അവരുടെ ടാസ്കിനെ പറ്റി, അവരെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയുന്നതൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് മിഴിച്ച് നിൽക്കുകയാണ് ഋഷിയൊക്കെ. എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഋഷിയെ ആ BB ഹൗസിനുള്ളവരും പറയുന്നു, പുറത്തുള്ളവരും പറയുന്നു, ലാലേട്ടനും പറയുന്നു, ഗസ്റ്റായിട്ട് വന്ന സാബുമോനും ശ്വേതാ മേനോനും പറയുന്നു ഋഷി ഡിപ്പെൻഡിങ് ആണ് ഭയങ്കരമായിട്ട് എന്ന്. ഋഷി പക്ഷെ പറയാം, അല്ല ലാലേട്ട, ഞാൻ ഡിപ്പെൻഡിങ് ഒന്നും അല്ല ലാലേട്ട, ഞാൻ എപ്പോഴും തുടക്കത്തിൽ തന്നെ അങ്ങനെ തന്നെ ആണ് ലാലേട്ട, എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് എന്ന് പറയുന്നു. അൻസിബയാണെങ്കിൽ മറ്റേ പട്ടിക്കുട്ടികളോട് ഡാൻസ് ചെയ്യുന്ന പോലെ എന്താണ് അത്, ലാലേട്ട അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് പൊലിപ്പിക്കാൻ നോക്കും. നടന്നില്ല. ഇന്ന് മൊത്തമായിട്ട് ശോകാവസ്ഥയായിരുന്നു. അഭിഷേക് മാത്രമാണ് ഇത്തിരിയെങ്കിലും രക്ഷപ്പെട്ടത്. വഴി തെറ്റിയിട്ട് കാട്ടിൽപ്പെട്ട് അവിടെ ഒരു 4 മൃഗങ്ങളുടെ ഇടയിൽ പെട്ട പോലെയുള്ളൊരു സംഭവമാണ് എനിക്ക് തോന്നിയത്. അഭിഷേകിന് ശരിക്കും താല്പര്യം ഉണ്ടായിട്ട് പെട്ടതാണെന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. നോറ ബെറ്റർ ആയിരുന്നു. ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും നോറ മാന്യത കാണിച്ചു. അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഓരോ ടാസ്കും കാര്യങ്ങളും പറയുന്നുണ്ട്. കവിത പൂരിപ്പിക്കുന്ന സാധനം എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. ജാസ്മിൻ്റെയും പിന്നെ സിജോയിൻ്റെയൊക്കെ ആ ഒരു സംഭവമായിരുന്നു ശരിക്കും എൻ്റർടൈനിങ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതാക്കിയത്. എനിക്ക് അതിൽ ആരുടെയും കാര്യമായിട്ട് അങ്ങോട്ട്
ഇഷ്ടപ്പെട്ടില്ല. ഇത്തിരി ക്രിഞ്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ഇന്ന് എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കി. 10ാമത്തെ മാസം 10ാമത്തെ കൊല്ലം എന്നൊക്കെ ആക്കിയിട്ട് എന്തോ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. പോയി പ്ലിങ്ങി നാറി എന്നൊക്കെ പറയാം. 10ാം ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ എന്നുള്ള സാധനമായിരുന്നു പറയാൻ ഉണ്ടായിരുന്നത്. മറ്റേ ആ ഒരു ഡയമണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, അമൂല്യ രത്നം ക്യൂൻ എലിസബത്തിൻ്റെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാം, നോമിനേഷൻ ഫ്രീ ആവാം എന്നുള്ളൊരു സംഭവമായിരുന്നു. അതിനെ ചൊല്ലി കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കി, നടന്നില്ല. പിന്നെ ജയിൽ ടാസ്കിൽ ഋഷിയും ജാസ്മിനും കൂടി വരച്ചിട്ടുള്ള കുറേ പേരുടേതും അവരെ പറ്റിയുള്ള ഒരു 2 വരി കവിതയല്ല സോറി അവരെ പറ്റിയുള്ള ഒരു അഭിപ്രായം, അവരെന്താണെന്നുള്ളതിൻ്റെ ഒരു ചുരുക്കി പറയുന്ന രീതി അതിൽ ഓരോരുത്തരും രസകരമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ആയിരുന്നു ഒത്തിരി കൂടി നല്ല ബ്രില്യൻ്റൊക്കെയാണ് ആ ഒരു കാര്യത്തിലൊക്കെ. ജാസ്മിന് നല്ല ബുദ്ധിയാണ് എഴുതുന്ന കാര്യത്തിൽ. ഓരോ ആളുകളെയും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഋഷിയുടെയും 2 പേരും നന്നായി വരച്ചിട്ടുണ്ട്. ആ തീമൊക്കെ അടിപൊളിയുണ്ട്. ജിൻഡോ ഉറങ്ങുന്നത്, അതുപോലെ നമ്മുടെ ശ്രീരേഖ ചേച്ചി ജാസ്മിൻ എഴുതിയിട്ടുള്ളത്. കപ്പിലൊഴിച്ചാൽ കപ്പായി മാറും, കുപ്പിയിലൊഴിച്ചാൽ കുപ്പിയായി മാറും, വെള്ളം പോലെയാണ്. സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളിക്കാരി ചേഞ്ച് ആവും, കളിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സ്ട്രോങ് ആണെന്നുള്ള രീതിക്ക് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അപ്സരയെ പറ്റി എഴുതിയിട്ടുള്ളൊരു സാധനം, അപ്സരയ്ക്ക് ഭയങ്കരമായിട്ട് എന്തോ നെഗറ്റീവ് അടിച്ചു തോന്നുന്നു. അതിന് നെഗറ്റീവ് ആവാനൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുത്താൽ കുത്തിക്കൊല്ലുന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, നല്ലൊരു കാര്യമല്ലേ. അങ്ങോട്ട് സ്നേഹിച്ചാൽ ഇങ്ങോട്ടും സ്നേഹിക്കും, ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അതേപോലെയാണെങ്കിൽ അതൊക്കെ ഒരു റിഫ്ലക്റ്റ് റിയാക്ഷൻ ആയിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ലാലേട്ടൻ്റെ ഫയറിങ്. ഇവരെല്ലാവരും ഫയർ ചെയ്തത് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയൊക്കെ PR ആക്കുന്ന ഈ തന്തിയില്ലാത്തരം ഒന്ന് നിർത്തണം ദയ ചെയ്തിട്ട്. പിന്നെ എൻ്റെയൊക്കെ വീഡിയോ നോക്കുകയാണെങ്കിൽ ആ ഒരു താഴത്തുനിന്ന് ഇങ്ങനെ നോക്കി വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 6ൻ്റെ വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇവരുടെ വെറുപ്പിക്കലിനെ പരാമർശിച്ചിട്ടുണ്ട്, കറക്റ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് അത് ഷോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു ബോറ് പരിപാടികളെ പറ്റിയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ PR ആക്കാൻ നോക്കരുത്. PR ആക്കി കഴിഞ്ഞാലും വിരോധമൊന്നുമില്ല. ഇങ്ങനെ അഭിപ്രായം പറയുന്നവരൊക്കെ PR ആണ്, അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ PR ആണെന്ന് വെച്ചാൽ ഒരു വിരോധമില്ല. പിന്നെ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമല്ല എന്ന് കരുതി അവരെ ഏത് രീതിയിലും ക്രൂശിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കറക്റ്റ് വിഷനോടുകൂടി തന്നെയാണ് ഈ ഒരു വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. അല്ലാതെ ആളുകളെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ജാസ്മിനെ കുറ്റം പറഞ്ഞിട്ട് ഇടാം, ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞ് വേണമെങ്കിൽ ഇടാം. പക്ഷേ പുള്ളിക്കാരി നല്ല രീതിക്കാണ് ടാസ്കും കാര്യങ്ങളും കളിക്കുന്നതെന്ന് വെച്ചാൽ ആ നല്ലത് എന്താണോ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്, ഇപ്പോൾ 100ൽ 80% നല്ല കാര്യങ്ങളും ടാസ്കൊക്കെ നന്നായി ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ചെയ്ത് ഒരു 20% കുറ്റം കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 20% ഞാൻ പറയും. പക്ഷേ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ 80% നല്ല കാര്യങ്ങളായിരിക്കും. പിന്നെ റസ്മിൻ എന്താണ് അവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അൻസിബയ്ക്കൊക്കെ ശരിക്കൊരു ഗോളുണ്ട്. ഋഷിയെ വെച്ച് അവൾ നല്ല പോലെ കളിക്കുന്നുണ്ട്. അവൾ ഡയറക്റ്റായിട്ട് ഇറങ്ങി മുഖത്ത് നോക്കി പറയുന്നൊക്കെ ഋഷി ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എവിടെ നോക്കിയിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല. അവൻ ഇവളുടെ എവിടെ ആ ക്വാളിറ്റി കണ്ടു, ഏത് സിറ്റുവേഷനിൽ കണ്ടു എന്നുള്ളത് എനിക്ക് പിടുത്തമില്ല. അൻസിബ ചില പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും പറയാറുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരെ മൂട്ടി വിടാറുണ്ട്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആ നോറയ്ക്കും കിട്ടും. ആ നോറ കിടന്ന് അലയ്ക്കും, എന്നിട്ട് ഞാനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് അലയ്ക്കും. അങ്ങനെ അൻസിബ ചെയ്തിട്ടുള്ള അതിൻ്റെ പകുതി മുക്കാലും ക്രെഡിറ്റ് നോറയ്ക്ക് തന്നെയാണ്. പാവം, എന്താ ചെയ്യുക, അത്രയ്ക്ക് പാവമെന്നല്ല, എന്നാലും ബെറ്ററാണ് അൻസിബയൊക്കെ കാട്ടിലും. അത് പിന്നെയും ഇത്തിരി ആലോചിച്ചിട്ടൊക്കെ നോമിനേഷൻ ആയാലും എന്ത് കാര്യമായാലും ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഒരുപാട് പേർക്കിട്ടൊന്ന് കൊട്ട് കിട്ടിയിട്ടുണ്ട്. അൻസിബയ്ക്കും ഋഷിക്കും കിട്ടിയപ്പോൾ സമാധാനമായിട്ടോ. എനിക്കിത്തിരി വയറ് നിറഞ്ഞു ശരിക്കും. വേറെ കുറേ പേര് മൂഡ് താങ്ങുന്നുണ്ട് 2 പേരുടെയും. ഇവനൊക്കെ എന്ത് തേങ്ങ അരച്ചിട്ടാണ്. ഇടയിലൊന്നും നന്നായി വന്നതായിരുന്നു, അതിൻ്റെ ഇടയിൽ പിന്നെ ഇവരുടെ കൂടെ കൂട്ടും കൂടി അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വൈൽഡ് കാർഡ് വന്ന സമയത്ത് ഇത്തിരി ആക്റ്റീവായതാണ് 2 പേരും. അൻസിബയെ പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ ഭയങ്കര ശോകമാണ്. കാണിക്കുന്ന എല്ലാവരും പറഞ്ഞിട്ടും ഗസ്റ്റ് വന്ന് പറഞ്ഞിട്ടും എന്താ ഡാഗിന് തള്ളെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്താ പ്രശ്നം, എന്താ പ്രശ്നം, ഇറിറ്റേറ്റ് ആവുന്നു. അങ്ങനെ വീട്ടിൽ പോയിരിക്കും. അൻസിബ ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കണം.
ബിഗ് ബോസിൽ പല ഇറിറ്റേഷനും ഉണ്ടാവും. ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി മെയിൻ ആവാൻ നോക്കിയത് അൻസിബയാണ്. എന്നിട്ട് എന്തോ മാസ് കാണിക്കാൻ വേണ്ടി അപ്സര വന്നു എന്ന് പറഞ്ഞിട്ട് അപ്സരെ പറഞ്ഞു. അപ്സര അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ആലോചിച്ച് നോക്കൂ, ചിലപ്പോൾ ഓർമ്മ കാണും, പറയാതെ ആരും പറയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ ആ തെറ്റിദ്ധാരണയായിരിക്കും, എല്ലാവരുടെയും തെറ്റിദ്ധാരണയായിരിക്കും, എല്ലാവരും ഇത് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതിൽ പരം എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? സിബിനൊന്നും ഒന്നുമല്ല, സിബിന് കിട്ടിയൊന്നും ഒന്നും ആണെന്ന് തോന്നുന്നില്ല ഇത് വെച്ച് നോക്കുന്ന സമയത്ത്. നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, ഇൻഡയറക്റ്റ്ലിയും ഡയറക്റ്റ്ലി ഒക്കെ ഊക്കി വിട്ടിട്ടുണ്ട്. മെയിനായിട്ടുള്ള എല്ലാവരും ഊക്കി വിട്ടിട്ടുണ്ട്. മറ്റേ അഭിഷേക് മാത്രം ഒത്തിരി രക്ഷപ്പെട്ടു. നന്ദനയും ശരണ്യായിരുന്നു മറ്റേ ആ ഒരു നോമിനേഷൻ്റെ ആ ഒരു സംഭവം, എവിക്റ്റ് ആവുന്നതിൻ്റെ ഒരു ഇതിലുണ്ടായിരുന്നത്. പേര് കംപ്ലീറ്റ് ആയത് നന്ദനയുടെ ആയിരുന്നു. നന്ദന സേവായി, ശരണ്യ പുറത്തുപോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് വീക്കെൻഡ് എപ്പിസോഡ്. നാളത്തെ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫയറിംഗ് മോഡിലൊന്നും ആയിരിക്കില്ല എന്ന് തോന്നുന്നു, ഒരു നോർമൽ എപ്പിസോഡായിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ജബ്രി കോംബോ പോയതിന് ശേഷം, അല്ലെങ്കിൽ ജാസ്മിൻ വന്ന സമയത്ത് സ്ട്രോങ് ആയിരുന്നില്ലേ? ആ ഒരു കോംബോ വെച്ചുകൊണ്ട് ഇപ്പോഴും ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒന്നും ചെയ്യാതെ ഈച്ചായിട്ട് കൊണ്ടിരിക്കണ ഊളകളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പലരും നല്ല രീതിക്ക് ഇൻഡയറക്റ്റ്ലിയെങ്കിലും ഗെയിം കളിക്കുന്നുണ്ട്. അല്ലാതെ ഈ വെറും വിഷയങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്ന പോലെയുള്ള ഈ അൻസിബയെയും അതുപോലെ തന്നെ ഈ ഒരു എങ്ങനെയെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അലഞ്ഞു തിരിയുന്ന ജിൻഡോയിനെയൊന്നും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ഓപ്പണപ്പായിട്ട് ഗെയിം കളിക്കുന്ന ജാസ്മിനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യും. സിജോ ആയാലും അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ 20% പോലും പുള്ളി ആക്റ്റീവ് അല്ല. ഇനി ആക്റ്റീവ് ആയാൽ കൊള്ളാം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, വലിയ മാറ്റമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിൻ കപ്പടിക്കണമെങ്കിൽ കപ്പടിക്കട്ടെ, അത് ബാക്കിയുള്ളവരുടെ കഴിവ് കേടെന്ന് ഞാൻ പറയും. അല്ലാതെ ബിഗ് ബോസിൻ്റെ ടീം ഉണ്ടാക്കി കൊടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സമ്മതിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ക്യാരക്ടറിന് ചോദ്യം വരുന്ന രീതിയിലാണ് ജാസ്മിനെയൊക്കെ കൗണ്ടർ ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ വന്നിട്ട്. തുമ്മിയതും തുപ്പിയതൊക്കെ കാണിച്ചു കൊടുത്ത് നല്ല രീതിക്ക് ഇവരെ രണ്ടുപേരും കൂടിയുള്ള വിഷ്വൽ കാണിച്ചു കൊടുത്ത്, ഇവർ കടിക്കുന്ന വിഷ്വൽ കാണിച്ചു കൊടുത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കാൻ ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പം കാണിക്കുന്നത് വെളുപ്പിക്കലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സില്ലായ്മയും നാറിത്തരമാണെന്ന് ഞാൻ പറയും. അത് ഏത് വലിയ റിവ്യൂവർ ആയാലും ശരി. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.